നിങ്ങൾ ദിവസവും ശ്വസിക്കുന്ന വായു ശുദ്ധീകരിക്കുവാൻ അല്ലെങ്കിൽ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുവാനായിട്ട് സഹായിക്കുന്ന ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇൻഡോർ പ്ലാന്റ്സ് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ വെക്കുന്നത്. നമ്മളുടെ ആരോഗ്യത്തിനും സൗഭാഗ്യത്തിനും ഒരുപാട് പങ്കുണ്ട് ഈ ഒരു ഇൻഡോർ പ്ലാന്റിന്. ഇന്ന് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീടിനകത്ത് നിർബന്ധമായും വെച്ചിരിക്കേണ്ട 5 ചെടികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവയുടെ ഗുണങ്ങളെ കുറിച്ചും വളരെ എളുപ്പത്തിൽ ഇവയെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ എനിക്കിതാ ഈ സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത്. ചെടി രാത്രിയിൽ പോലും ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കിടപ്പുമുറിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതിന് വളരെ കുറച്ച് മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ. മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം വെള്ളം കൊടുത്താൽ മതിയാകും. എന്റെ വീടിനെ അകത്തും പുറത്തുമായിട്ട് അലങ്കരിക്കുന്ന ചെടികൾ കൂടിയാണിവ. പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ഞാൻ സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് 4 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണുള്ളത്. ഒന്ന് ഫുള്ളി ഗ്രീൻ ആയിട്ടുള്ളതും, പിന്നെ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് കൂടിയതും, പിന്നെ ഇതിന്റെ തന്നെ മിനിയേച്ചറും, പിന്നെ വേറൊരു ടൈപ്പ് പ്ലാന്റും. അങ്ങനെ 4 ടൈപ്പ് ആണുള്ളത്. ഇത് വളർത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതാ നോക്കി, ചെറിയൊരു തണ്ട് നട്ടാൽ മാത്രം മതി, അത് നന്നായിട്ട് പിടിച്ചു വരും. അങ്ങനെ പിടിച്ചു വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഞാനിപ്പോ ഒരു കട്ടിങ് വെറുതെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയതാണേ. അപ്പൊ ദാ അതിന്റെ കൂടെ തന്നെ അടുത്തൊരെണ്ണം മുളച്ചു വന്നിട്ടുണ്ട്. ഇനി അതല്ലാണ്ട് ചെറിയൊരു പീസ് നിലത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ ഒരു പീസ് അവിടെ കിടന്നിരുന്നാണ്. അതിൽ നിന്നും ദാ പുതിയൊരു പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇതൊന്ന് പ്രോപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പൊ അകത്തും ഇതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിക്ക് തന്നെ നമ്മുടെ വീടിനെ മനോഹരമാക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് സ്നേക്ക് പ്ലാന്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്നേക്ക് പ്ലാന്റിന്റെ പേര് തന്നെ പറഞ്ഞത്. സ്നേക്ക് പ്ലാന്റ് നല്ല ബുഷി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. വേരിൽ നിന്നും പൊട്ടി പൊട്ടി പുതിയ പ്ലാന്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ കുറച്ചങ്ങോട്ട് വളർന്ന് കഴിയുമ്പോൾ ദാ ഇതേപോലെ ഇലകളൊക്കെ ഒന്ന് ചെറുതായിട്ട് ബേൺ ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ അതങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെ നല്ല തിക്കായിട്ട് തന്നെ ചെടികൾ കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതാ കണ്ടില്ലേ എത്രത്തോളം ലെങ്തിലാണ് അത് നിൽക്കുന്നതെന്നും. എന്നാലും അതിന്റെ ഒരു ഭംഗി കണ്ടോ, തീരെ ചെറിയൊരു പോട്ടിലാണ് നിൽക്കുന്നത്, എങ്കിലും എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിനെ വളരെ മനോഹരമാക്കുന്നതിൽ ഈ ഒരു പ്ലാന്റിന് വളരെയധികം പങ്കുണ്ട്. അടുത്തതായിട്ട് പീസ് ലില്ലിയാണ് കേട്ടോ. അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിർത്താൻ ഈ ചെടിക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതുകൂടാണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്കും വളരെ നല്ലതാണ് ഈ ഒരു പ്ലാന്റ് അകത്ത് വെക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഇതിന്റെ ലീഫൊക്കെ ഒന്ന് കൂമ്പി വരുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ഇതിന് വെള്ളം കൊടുക്കേണ്ട അവസ്ഥയായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതിയാകും. വിഷവാതകങ്ങളെ പുറന്തള്ളാനായിട്ട് നാസ സജസ്റ്റ് ചെയ്ത ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. പല സംസ്കാരങ്ങളിലും ഇത് സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. നേരിട്ട് വെളിച്ചം ലഭിക്കാത്ത എന്നാൽ അത്യാവശ്യമായി സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഒട്ടും വെട്ടമില്ലാത്ത സ്ഥലത്താണെങ്കിലും ഈ ഒരു ചെടി നിൽക്കോട്ടോ, പക്ഷെ പൂക്കൾ ഉണ്ടാവുന്നത് കുറവായിരിക്കും. ഇതിൽ നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത്. എൻ്റെ അടുത്ത് ഫുള്ളി ഗ്രീൻ പീസ് ലില്ലി കൂടാണ്ട് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പീസ് ലില്ലി കൂടിയുണ്ട്. നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫൊക്കെ കാണാനായിട്ട്. ഈ റബ്ബർ പ്ലാന്റ് ഞാൻ വീടിന്റെ പുറത്തും അകത്തും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഇതിന്റെ ലീഫിനാണ് ഏറ്റവും പ്രത്യേകത. നല്ല വലിയ ലീഫാണ് ഇതിന് വരുന്നത്. ഇത് മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്നും കട്ടിങ്സ് എടുത്തിട്ടാണ് ഞാൻ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ലീഫിൽ നിന്നും നമുക്ക് പ്രോപ്പഗേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. വലിയൊരു ലീഫ് അതേമാതിരി നമ്മളൊരു ചെടിച്ചട്ടിയിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ അതിന്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് തന്നെ പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്.
വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാൻ മാത്രമല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എയർ പ്യൂരിഫയർ കൂടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇതാ നോക്കി, ആ ഒരു വൈറ്റ് പോട്ടിൽ വെച്ചപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ടാണ് ആ ഒരു പ്ലാന്റ് നിൽക്കുന്നതെന്ന്. ഇതിന്റെ പരിചരണത്തിനായി ആഴ്ചയിൽ ഒരിക്കൽ നല്ലൊരു കോട്ടൺ ക്ലോത്ത് നനഞ്ഞത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലീഫ് നല്ല തിളക്കമുള്ളതായിട്ട് നിൽക്കോട്ടോ. ഇനി നമ്മുടെ സ്വന്തം അലോവേറ എന്ന് പറയുന്ന നമ്മളുടെ കറ്റാർ വാഴ. ഇത് വെറും ഒരു ഇൻഡോർ പ്ലാന്റ് മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൂടിയാണ്. ചർമ്മ സൗന്ദര്യത്തിനും മുടി വളർച്ചയ്ക്കും അതേപോലെ പൊട്ടല് അങ്ങനെ ഉള്ളിടത്തൊക്കെ നമുക്ക് ഇതിന്റെ ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അത്യാവശ്യം വെളിച്ചം ആവശ്യമാണ് കേട്ടോ. നമ്മളുടെ വീടിനകത്ത് തന്നെ അത്യാവശ്യം വെളിച്ചം കിട്ടുന്നിടത്ത് നമുക്ക് ഇതൊന്ന് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലീഫിൽ ഓൾറെഡി ജെല്ല് പോലെ ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതിയാകും. ഈ ഒരു കറ്റാർ വാഴ ഉപയോഗിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളുടെ മുടിക്ക് തേക്കുന്ന എണ്ണയുടെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ടാണ് മുടിയിൽ പുരട്ടുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഈ ഒരു കറ്റാർ വാഴ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് നമ്മുടെ വീടിനകത്ത് വെക്കുമ്പോൾ. ചെറിയ പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഭംഗിക്ക് നമുക്ക് നിർത്താൻ പറ്റും. വലിയ പോട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്തോടു കൂടി തന്നെ ഈ ഒരു കറ്റാർ വാഴ വളർന്നു കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ CC പ്ലാന്റ്. CC പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവ് മാത്രം പരിചരണം മാത്രം മതിയായിട്ട് ഈ ഒരു ചെടിക്ക്. നമ്മൾ ഈ ചെടിയെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേ വേണ്ട. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകുന്നവർക്കും പുതുതായി ചെടിയൊക്കെ വാങ്ങിച്ച് നട്ടു വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ മറന്നാലും ഈ ചെടിക്ക് ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. ഒട്ടും വെളിച്ചമില്ലാത്തടത്താണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത്. ചെറിയൊരു തൈ മതിയാവും. ഇതാ കണ്ടില്ലേ, ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ആ ഒരു പോട്ട് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താണ് ആ ചെടിയുടെ അവസ്ഥ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ പിരിച്ചു വെക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ പിരിച്ചു മാറ്റിയതാണ്. ഇപ്പോൾ ദാ നന്നായിട്ട് പിന്നെ വളർന്നു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ ഇതേപോലെ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ എൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. അന്തരീക്ഷത്തിലെ വിഷാംശത്തെ നീക്കി നല്ല വായു പ്രദാനം ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ഈ CC പ്ലാന്റിനുണ്ട് കേട്ടോ. വെള്ളം കുറവ് മതി എന്നാണ് പറഞ്ഞത്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകട്ടോ. ഇതിന്റെ തണ്ട് മുതൽ അങ്ങോട്ട് ചീഞ്ഞു തുടങ്ങും. ഇതിന്റെ ലീഫിന് ഒരു പ്രത്യേക ഭംഗിയാണുള്ളത്. നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ഉള്ളൊരു പ്ലാന്റ് ആണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാന്റിന്റെ ഇലക്കാണ് ഏറ്റവും ഭംഗി. അപ്പോൾ വീടിനകത്തും പുറത്തൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് CC പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. വാഷിംഗ് ഏരിയയിലും ഇത് കണ്ടില്ലേ, ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് പൊട്ടിമുളച്ച് നമുക്ക് ആ ഒരു ചട്ടി നിറച്ചുണ്ടാവുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഒരുപാട് ചെടികൾ ഉണ്ടെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.